ഓ പോവല്ല പെങ്ങളെ വണ്ടി കേറ്. ചേട്ടാ ഓ നിങ്ങൾ പാളയത്തേക്കല്ലേ? ആ ഞാനിവിടെ നിന്നോട്ടെ. അവരടുത്തും ചോദിക്കും. ഇത് ഞങ്ങൾ വിളിച്ച ഓട്ടോയാ. ക്ഷമിക്കണം പെങ്ങളെ, എനിക്ക് അല്പം ധൃതി ഉണ്ടായിരുന്നു. സ്റ്റാൻഡിലാണെങ്കിൽ വേറെ ഓട്ടോ കിട്ടുന്നില്ല. വരുന്ന വണ്ടിയെല്ലാം ഫില്ലാണ്. ചാർജിലൊരു ഷെയർ ഞാനോട് തരാം. നിങ്ങൾ വേറെ വണ്ടി വിളിക്കുവോ? ഞങ്ങൾ ധൃതിയില്ല. എനിക്ക് റോട്ടിൽ കിടന്ന് വടം വലിക്കാൻ സമയമില്ല. എന്തായാലും പെട്ടെന്ന് തീരുമാനിക്കും. മോളെ, അങ്കിള് പാവമല്ലേ, അമ്മയോട് പറഞ്ഞ് ഒന്ന് അങ്കിളിനെ കൂടെ കൊണ്ടുപോകാൻ പറയൂ. അമ്മേ പാവം തോന്നുന്നു, കൂടെ വന്നോട്ടെ. മിണ്ടാതിരിയമ്മോ, ഒരു പരിചയമില്ലാത്ത ആളെ എന്ത് വിശ്വസിച്ചാ? അയ്യോ, അങ്ങനൊന്നും പേടിക്കണ്ട. ഞാൻ അത്ര കാരണമൊന്നുമല്ല. അത്യാവശ്യ കാര്യമായതുകൊണ്ടാണ്. ബുദ്ധിമുട്ടാണേ വേണ്ട. പെങ്ങളെ, ഇന്നത്തെ കാലത്ത് ആണും പെണ്ണും അങ്ങനെയൊന്നുമില്ല. എല്ലാം ഒരുപോലെ അല്ലേ. അയാളോടെ വന്നോട്ടെ, ഒരു ഷെയർ കിട്ടുമല്ലോ. പ്ലീസ് പെങ്ങളെ. താങ്ക് യു മോളെ. അങ്ങനെ കുറുനരി കാട്ടിലേക്കും നായ നാട്ടിലേക്കും ഓടിപ്പോയി. അവിടെ കഥയും തീർന്നു. അച്ഛൻ എങ്ങനെയാ ഇങ്ങനത്തെ കഥയൊക്കെ കിട്ടുന്നത്? അതെ, അച്ഛനൊരു മുത്തശ്ശി ഉണ്ടായിരുന്നു. ആ മുത്തശ്ശിയാണ് അച്ഛൻ ഈ കഥകളെല്ലാം പറഞ്ഞു തന്നിരുന്നത്. എന്താ കഥ പറഞ്ഞിരിക്കാനാണോ അച്ഛന്റെ മോളുടെ തീരുമാനം? ഉറങ്ങണ്ടേ? അഞ്ജു, ഇതെന്താ ഈ നിറമങ്ങിയ സാരി? നിനക്കൂടെ വേറെ സാരിയൊന്നുമില്ലേ? ഞാൻ വീട്ടിൽ നിൽക്കുന്നതല്ലേ സതീഷേട്ടാ, എനിക്ക് ഇതൊക്കെ തന്നെ ധാരാളം. പോരാ, ഞാൻ ജീവനോടുള്ളപ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കുറവും വരാൻ ഞാൻ സമ്മതിക്കില്ല. പോയി വേറെ സാരി ഉടുത്തിട്ടോ. ഇതൊക്കെ മതി സതീഷേട്ടാ, പുറത്തു പോകുമ്പോ നല്ലത് ഉടുത്താ പോരെ? അടുത്ത ആഴ്ച വിനീതയുടെ കല്യാണമല്ലേ, അന്ന് നല്ലത് ഉടുക്കാം. അന്ന് പഴയതൊന്നും ഉടുക്കണ്ട, പുതിയ ഒരെണ്ണം വാങ്ങാം. ഇപ്പൊ തന്നെ അലമാരയിൽ ഒരു ലോഡ് സാരിയുണ്ട്. ഇതൊക്കെ ഉടുക്കാൻ ഞാനൊരാൾ മാത്രല്ലേ ഉള്ളൂ. ആദ്യം ഞാൻ അതൊക്കെ ഒന്ന് ഉടുത്ത് തീർക്കട്ടെ, എന്നിട്ട് ആലോചിക്കാം പുതിയതിനെ പറ്റി. അമ്മേ ഉറക്കം വരുന്നു. മോള് കിടന്നു. അയ്യോ, നാളെ സതീഷേട്ടന് ഓഫീസിൽ പോകാനുള്ള ഡ്രസ്സ് അയൺ ചെയ്തില്ല. സാരമില്ല, രാവിലെ ചെയ്താൽ മതി. ഇനിയിപ്പോൾ എണീക്കാനൊന്നും പോണ്ട. അമ്മേ അമ്മേ, സ്ഥലം എത്തിയെന്ന് തോന്നുന്നു. ചേട്ടാ, എത്രയായി? 50 രൂപ. കാലത്തെ വലിയ നോട്ടം തന്ന് പേടിപ്പിക്കല്ലേ പെങ്ങളെ. അയ്യോ, എന്റെ കയ്യിൽ വേറെ ചേഞ്ച് ഇല്ല. എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കൊടുക്കാം. എനിക്ക് മാറി തന്നാൽ മതി. ശരി. ഇപ്പൊ അങ്കിളിനെ കയറ്റിയത് ഉപകാരമായില്ലേ? മിണ്ടാതിരി. അയ്യോ, മോളെ വഴക്ക് പറയണ്ട. ഇതേ പ്രായത്തിലൊരാൾ എനിക്കുണ്ട് വീട്ടിൽ. ഞാൻ ചില്ലറ മാറി തരാം. സാരമില്ല, 25 രൂപയല്ലേ? അയ്യോ വേണ്ട, സതീഷേട്ടന് ഇഷ്ടമല്ല കടം പറയുന്നത്. സതീഷ് ചേട്ടൻ ഹസ്ബൻഡാണോ? അതെ. ദേ, ആ കടയിൽ ചില്ലറ കാണും, ഞാൻ വാങ്ങിച്ചിട്ട് വരാം. അയ്യോ, ഇതിനു വേണ്ടി മോളെയും കൊണ്ട് റോഡ് ക്രോസ് ചെയ്യണ്ട. വിരോധമില്ലെങ്കിൽ നിർബന്ധമാണെങ്കിൽ ഇനി എന്താ, ഞാൻ മാറിത്തരാം.
നമ്മൾ എപ്പോഴാ അമ്മയും അച്ഛനെ കാണാൻ പോകുന്നേ? നമ്മൾ അച്ഛനെ കാണാനല്ലേ മോളെ പോകുന്നത്. അന്നെന്തിനാ അമ്മയും അച്ഛൻ നമ്മളോട് പിണങ്ങിപ്പോയത്? കുടിക്കാൻ വെള്ളം ചോദിക്കുമ്പോൾ മിനിമം തൊണ്ട നനയാനുള്ളെങ്കിലും വേണ്ടേ? ഈ ചെറിയ ഗ്ലാസ്സിലാണോ വെള്ളം കൊണ്ടുവരുന്നത്? അത് പറഞ്ഞാ പോരെ, എന്തിനു ദേഷ്യപ്പെടുന്നത്? സമാധാനത്തിൽ പറഞ്ഞാ എനിക്ക് മനസ്സിലാവുമല്ലോ. നിന്നോട് ഞാൻ ഇത് എത്ര തവണ പറഞ്ഞിരിക്കുന്നു? മനസ്സിലാവുന്ന സ്ത്രീയാണെങ്കിൽ നീ ഇത് ആവർത്തിക്കില്ലായിരുന്നു. പൊട്ടിക്കാളി. ട്രാൻസ്ഫർ ആയി പോയതിനു ശേഷം സതീഷേട്ട പഴയ ആളെ അല്ല. എന്നെ മോളെ കാണുന്നത് തന്നെ ഇപ്പൊ വെറുപ്പായി. ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? എല്ലായ്പ്പോഴും ഒരുപോലെ പെരുമാറുന്ന മനുഷ്യരെ നീ എവിടെയാണ് കണ്ടിട്ടുള്ളത്? ഒരു കാരണമില്ലാതെ മാറുന്ന മനുഷ്യരെ സതീഷേട്ട എനിക്ക് കാണിച്ചു തരാമോ? ഇനി ഞാൻ ഇവിടെ നിന്നാൽ ശരിയാവൂല. ഇപ്പൊ തന്നെ പോയി തരാം. ഇവിടെ നിൽക്കുന്ന ഓരോ സമയവും എന്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് പോയ സതീഷേട്ടന് മനസ്സമാധാനം കിട്ടുമെങ്കിൽ ഞങ്ങൾ തടയില്ല. പക്ഷേ സതീഷേട്ടൻ ഞങ്ങളുടെ അവസ്ഥ കൂടി ഒന്ന് മനസ്സിലാക്കണം. മാറങ്ങോട്ട്. അമ്മ അതേ അങ്കിള് വരുന്നു. രാവിലെ കട തുറക്കുന്നതേ ഉള്ളൂ. ചില്ലറ കിട്ടാൻ പാടാണ്. എങ്ങോട്ടാ പോകേണ്ടത്? ഇവിടെ അടുത്തൊരു വർക്കിംഗ് മെൻസ് ഹോസ്റ്റലുണ്ട്. അവിടെയാണ് സതീഷേട്ടൻ താമസിക്കുന്നതെന്നാ പറഞ്ഞത്. പുള്ളിയെ കാണാൻ പോകണോ? എനിക്കും അങ്ങോട്ടാ പോകേണ്ടത്. ഇത്രയും സംസാരിച്ചിട്ടും നമ്മൾ പരിചയപ്പെട്ടില്ല. എന്താ അങ്കിളിന്റെ പേര്? ഗിരി, നാട് കരുനാഗപ്പള്ളി. എന്താ ജോലി? ഞാനൊരു പ്രവാസിയാ. എന്ന് പറഞ്ഞാൽ മോക്കറിയോ? അറിയാം, ഗൾഫിലല്ലേ? ആ, മിടിക്കുകയാണല്ലോ. ഇനി എന്റെ പേര് അറിയണ്ടേ? മോളുടെ അമ്മയുടെ പേര് അങ്കിള് പറയട്ടെ. അമ്മു, അമ്മുക്കുട്ടി. അമ്മയുടെ പേര് അഞ്ചു. നാട് കൊല്ലത്തിനടുത്ത്. ശരിയല്ലേ? അങ്കിളിന് ഇതൊക്കെ എങ്ങനെ അറിയാം? ആ, ഞങ്ങളെ മുമ്പ് അറിയോ? അതുപോട്ടെ, ഹസ്ബൻഡിനെ കാണാനത് എത്ര ധൃതി പിടിച്ച്? അച്ഛൻ ഞങ്ങളെ വിളിച്ചിട്ട് 2 ദിവസമായി. അമ്മു, നിന്റെ നാവടക്ക്. മോളെ വഴക്ക് പറയണ്ട. ഈ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ കുടുംബജീവിതത്തിൽ സാധാരണമല്ലേ? അതിന് ഞങ്ങൾ തമ്മിൽ പിണക്കൊന്നുമില്ല. ഒന്ന് കാണണമെന്ന് തോന്നി, അങ്ങനെ വന്നതാ. അങ്കിൾ എന്തിനാ ഇവിടെ വന്നത്? എൻ്റെ ഫ്രണ്ടിനെ കാണാം. ഈ പറഞ്ഞ മെൻസ് ഹോസ്റ്റൽ എനിക്കറിയാം. അതിനടുത്താണ് എൻ്റെ ഫ്രണ്ട് താമസിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോയാലോ? ബാ. ആരാ ഫോൺ ചെയ്തേ? താനാണോ? അതെ സർ. തന്റെ പേരെന്താ? പൂനേന്ദ്രൻ. ഇവിടെ എത്ര വെടിപ്പായി തോന്നുന്നില്ലല്ലോ. ഇത്തരം ബിസിനസ്സുകൾ ഇവിടെ എത്ര നാളായി തുടങ്ങിയിട്ട്? അയ്യോ, അങ്ങനെയൊന്നുമില്ല സർ. ഇവിടെ വരുന്നവരുടെ പേരും വിവരങ്ങളും രജിസ്റ്ററിൽ രേഖപ്പെടുത്താറില്ലേ? ഉണ്ട് സർ, ഇപ്പം എടുക്കാം. ദാ സർ. ഇതിലേതാ അഡ്രസ്? ഇതാണ് സർ. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ? വിളിച്ച് സാർ എടുക്കുന്നില്ല. ഫേക്കാണ്. അഡ്രസ് ശരിയാണോ? അറിയില്ല സർ. ഇതൊക്കെ കൃത്യമായി നോക്കണമെന്ന് എനിക്കറിയില്ലേ? സർ, അത് താൻ വന്നേ. പേടിക്കണ്ട. എൻ്റെ സുഹൃത്ത് ഇവിടെ ജോലി ചെയ്യുന്നത്. സതീശൻ്റെ ഹോസ്റ്റൽ അപ്പുറത്താണ്. ഒരു 5 മിനിറ്റ് നിന്നാൽ ഞാൻ കൊണ്ടുവന്നേക്കാം അങ്ങോട്ട്. വേണ്ട, ഞങ്ങൾ പോയിക്കോളാം. അപ്പുറത്താണെന്ന് പറഞ്ഞാൽ 1-2 ബില്ഡിംഗ് കഴിയണം. പിന്നെ അതൊരു ഇടവഴിയാണ്. അതുവഴി ഒറ്റയ്ക്ക് പോകുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്കിളിന്റെ ഫ്രണ്ട് എന്താ കള്ളനാണോ? ദേ പോലീസ് നിൽക്കുന്നു. ഏയ്, അവർ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വന്നായിരിക്കും. എന്തായാലും മോള് പറഞ്ഞ സ്ഥിതിക്ക് അങ്കിളത് പോയി തിരക്കിട്ട് വരാം.
ഫോൺ സ്വിച്ച് ഓഫ് ആക്കി എല്ലാം കഴിഞ്ഞു എന്ന് നിന്റെ അച്ഛന്റെ ധാരണ. കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. അമ്മേ എനിക്ക് ഐസ്ക്രീം വേണം. അച്ഛനും ഞാനും ഐസ്ക്രീം വാങ്ങാൻ പോകുമ്പോ അമ്മ വരുന്നോ കൂടെ? അതെ, സതീശൻ ഇവിടെ ഉണ്ട്. കയറി വാ, പെട്ടെന്ന് വന്നാൽ കാണാം. വാ അമ്മേ. ആ, മോൾ ഇവിടെ നിൽക്ക്. ആദ്യം അമ്മ പോയി സംസാരിച്ച് പിണക്കാൻ മാറ്റിട്ടെ, എന്നിട്ട് അമ്മക്കുട്ടിയെ കാണാം. എന്തു പറയുന്നു? ഇനിയെങ്കിലും വരുന്നവരുടെ ആധാറിന്റെ കോപ്പി വാങ്ങിച്ചു വെച്ചേക്കണം. പറഞ്ഞ മനസ്സിലായോ? ശരി സാർ. മോൾ ഇവിടെ ഇരിക്കുക. അങ്കിള് അച്ഛനും അമ്മയും വഴക്കാണോ നോക്കിയിട്ട് വരട്ടെ. മോക്ക് ദാ, മോളിവിടെ ഇരിക്കുക കേട്ടാ. ഇതെന്റെ സതീഷേട്ടല്ല, നിങ്ങൾക്ക് ആള് മാറിയതാ. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ യു ഡി ക്ലർക്കായി ജോലി ചെയ്യുന്ന കൊല്ലം സ്വദേശി VR സതീശനാണ് നിങ്ങളുടെ ഹസ്ബൻഡെങ്കിൽ ആ കിടക്കുന്ന അയാളാണ്. ഈ കാഴ്ച കാണിക്കാനാണോ താൻ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്? തനിക്ക് മനസ്സാക്ഷിയുണ്ടോ? അങ്ങനൊരു സാധനം ഉണ്ടോ? മതി മതി, താൻ മാറി. ചന്ദ്ര, ഇൻക്വസ്റ്റ് റെഡിയാക്കി ബോഡി പോസ്റ്റ്മോർട്ടത്തിനേക്ക്. ഓക്കെ സാർ. സതീശൻ നിങ്ങളുടെ ഭർത്താവാണല്ലേ? ആ സ്ത്രീയെ കെട്ടിത്തൂക്കിയിട്ട് അയാൾ വിഷം കഴിച്ചതാകാനാണ് സാധ്യത. ഇയാൾ ഗിരിയുടെ ഫ്രണ്ടാണ്. ഇയാളാണ് മരണവിവരം ഗിരിയെ അറിയിച്ചത്. ഈ സ്ത്രീയെ നിങ്ങൾക്ക് നേരത്തെ അറിയാമോ? നിങ്ങൾ ഒരുമിച്ചല്ലേ വന്നേ? നിങ്ങൾ ഈ സ്ത്രീയെ കുറിച്ച് പറഞ്ഞു കൊടുത്തില്ലേ? നിങ്ങൾക്കറിയോ ആ സ്ത്രീയെ? 5 വർഷം കൂടെ കഴിഞ്ഞ ഭാര്യയെ മറക്കാൻ ഞാൻ ഈ ബന്ധം നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നോ? ഞാൻ ഈയിടയ്ക്കാണ് ഈ ബന്ധത്തെ പറ്റി അറിഞ്ഞത്. അപ്പോഴാണ് സതീശനെ പറ്റി നിങ്ങളെ പറ്റിയൊക്കെ തിരക്കിയത്. 2 സഹപ്രവർത്തകർ തമ്മിലുള്ള സൗഹൃദമാണെന്ന് ഞാൻ ആദ്യം കരുതിയുള്ളൂ. പക്ഷേ എന്റെ സതീഷേട്ടൻ എന്തിനു ഞങ്ങളോട് ഇത് ചെയ്തു? ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുടെ ആകത്തുകയാണ് ആ മുറിയിൽ അവശേഷിക്കുന്നത്. അമ്മേ വാ അമ്മേ, നമുക്ക് അച്ഛനെ കാണാൻ പോവാം. അമ്മയെ കാണാൻ കാത്തിരിക്കുന്ന ഒരാൾ എനിക്കുണ്ട് വീട്ടിൽ. അമ്മയച്ഛൻ വഴക്ക് പറഞ്ഞോ? പോട്ടെ കേട്ടോ.